വഴിയാത്രക്കാർക്ക് മധുരം നൽകി സംസ്ഥാനപാതക്കരികിലെ ഞാവൽപ്പഴങ്ങൾ. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാനപാതയോര തോടത്തെരുവിലാണ് ഞാവൽപ്പഴം വിളഞ്ഞു നിൽക്കുന്നത്. അരീക്കോട് സ്വദേശി അബ്ദുറഹിമാനും ഭാര്യയും ചേർന്ന് വർഷങ്ങൾക്ക് മുൻപ് നട്ടുപിടിപ്പിച്ചതാണ് പാതയോരത്തെ ഈ ഞാവൽമരങ്ങൾ. മാമ്പഴക്കാലമായതോടെ പറമ്പുകളിലും പാതയോരങ്ങളിലുമൊക്കെ പഴുത്തു നിൽക്കുന്ന മാമ്പഴങ്ങൾ കാണുക സാധാരണമാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ അധികമൊന്നും പ്രചാരത്തിലില്ലാത്ത ഞാവൽപ്പഴം വിളഞ്ഞ് പഴുത്തു നിൽക്കുന്ന ഒരു പാതയോരമുണ്ട് കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയോരത്ത്. മുക്കത്തിനടുത്ത് ഓടത്തെരുവിലാണ് ഞാവൽപ്പഴങ്ങൾ പഴുത്തു നിൽക്കുന്ന നിരവധി മരങ്ങളുള്ളത്. ഇരുചക്രവാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരും ഉൾപ്പെടെ നിരവധി ആളുകളാണിപ്പോൾ ഈ മരങ്ങൾക്കടുത്തെത്തി ഞാവൽപ്പഴത്തിൻ്റെ സ്വാദ് ആസ്വദിക്കുന്നത്. മതി തീരുവോളം ഞാവൽപ്പഴം കഴിക്കുന്നവരാരും പക്ഷേ ഇത് ആര് നട്ടുപിടിപ്പിച്ചു എന്ന് അന്വേഷിക്കാറില്ല. ഇതുപോലെ വിവിധ പാതയോരങ്ങളിലും മറ്റും നിരവധി ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് പ്രകൃതിക്കും മനുഷ്യനും തണലും ആശ്വാസവും നൽകുന്ന അരീക്കോട് സ്വദേശി അബ്ദുറഹിമാൻ എന്ന കറകളഞ്ഞ പരിസ്ഥിതി പ്രവർത്തകനാണ് ഈ മാധുര്യം കനിയുന്ന ഫലത്തിനും പിന്നിൽ. അബ്ദുറഹിമാനും ഭാര്യയും ചേർന്ന് വർഷങ്ങൾക്ക് മുമ്പ് നട്ടുപിടിപ്പിച്ചതാണ് ഈ പാതയോരത്തെ ഞാവൽപ്പഴങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി മരങ്ങൾ. തനിക്ക് മാത്രം ഉപകാരപ്പെടണം, താൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുമെന്ന് വാശിയോടെ പ്രവർത്തിക്കുന്ന നിസ്വാർത്ഥ മനസ്സുകൾക്കിടയിലാണ് അബ്ദുറഹിമാൻ്റെ ഈ പുണ്യകർമ്മം. എവിടെ നിന്നൊക്കെയോ വരുന്ന ഏതൊക്കെയോ ആളുകൾക്കും പക്ഷിമൃഗാദികൾക്കും ഒക്കെ രുചിയും സ്വാദും ആശ്വാസവും നൽകുകയാണ് അബ്ദുറഹിമാൻ്റെ ഈ പ്രവൃത്തി. അബ്ദുറഹിമാൻ്റെ കയ്യിൽ നിന്ന് വീണ ഒരു വിത്തും പാഴായി പോയിട്ടില്ല. അവയെല്ലാം ഈ ഞാവൽപ്പഴങ്ങൾ പോലെ ആർക്കൊക്കെയോ എവിടെയൊക്കെയോ തണലും തണുപ്പും രുചിയും സമ്മാനിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ക്യാമറമാൻ ആദർശ് തോട്ടുമുക്കത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.